And today we have with us the amazing Rajisha Vijayan. നിന്റെ അച്ഛൻ Thank you, Rajisha, so much for joining us here. ഊതിയതല്ലേ കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. So starting with the hot thing on the internet right now. പടമേടിച്ച് പന്തളത്തെ വന്നപ്പോ പന്തളം തങ്കപ്പന്റെ ഗാനവേള. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. അതുവരെ ദാ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. Oh, that's what you want to start with? ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. So on one side there is this amazing item number of yours which is trending. Thank you. എല്ലാരും നല്ല തന്നെ പറയുന്നത്. And on the other side ഒരു 5-6 വർഷം മുന്നേ ഒരു പറഞ്ഞൊരു കാര്യം, അതായത് ഐറ്റം ഡാൻസ് ചെയ്യില്ല, താല്പര്യമില്ല. ഊഞ്ഞാലാട്ടിയതല്ലേ? ഇത് പറയാനായിട്ടാണോ താൻ ആദ്യം എന്നെ ഒന്ന് സൂചിപ്പിച്ചത്? പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അതായത് ഐറ്റം ഡാൻസ് ചെയ്യില്ല, താല്പര്യമില്ല. അത് പിന്നെ അന്നത്തെ ആവേശത്തിന്റെ പുറത്ത് എങ്ങനെ ഒരബദ്ധം പറ്റിയതാ. ഒന്നല്ല 2 പ്രാവശ്യം. ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. ഇല്ല സാറേ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി, ചിലപ്പോ എങ്ങനെ ഓർമ്മ കിട്ടിയാലോ. രജിഷ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. സിനിമയിൽ ഞാൻ ഡാഷ് ചെയ്യില്ല, ഐറ്റം ഡാൻസ് ചെയ്യും. ഐറ്റം ഡാൻസ് ചെയ്യും. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഒരു നല്ല സിനിമയിൽ ഈ ഐറ്റം ഡാൻസർ ഒരു ഭയങ്കര ക്രൂഷ്യൽ റോൾ ആണെങ്കിലും ഞാൻ ആ ടൈപ്പ് അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഒരു ഐറ്റം ഡാൻസറിന്റെ റോളാണ്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു ഐറ്റം ഡാൻസറിന്റെ റോൾ ആണെങ്കിൽ ചിലപ്പോൾ അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. പക്ഷെ ഐറ്റം ഡാൻസറിൽ നമ്മൾ കാണിക്കത്തില്ല. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈ മുക്കി ഞാൻ പറയാം. പക്ഷെ ഐറ്റം ഡാൻസ് ആസ് സച്ച് ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യം തോന്നിയിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, എന്തൊരടക്കം, ഒതുക്കം, മലയാള തനിമ, പെൺകുട്ടികളായ അങ്ങനെ വേണം. ഐറ്റം ഡാൻസ് ആസ് സച്ച് ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യം തോന്നിയിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഈ ഞമ്മളൊക്കെ ചതിക്കായിരുന്നല്ലടി. അയ്യോ അയ്യോ, അന്നത് എന്തിനെടുത്ത്? രജിഷ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. കോടി രൂപ കൊടുത്താൽ ചില വിഷയങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ മുതൽ വിഷയം ഇത് അല്ല, അത് എനിക്കറിയാം. അന്ന് പറഞ്ഞേ പറഞ്ഞിട്ടുള്ളൂ. പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും ഉണ്ണി അങ്ങനത്തെ മോശം പരിപാടിക്ക് നിൽക്കൂല. ഇങ്ങനെ തോന്നാറുണ്ടോ? അതായത് ഒരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ നമുക്ക് ചേഞ്ച് ഓഫ് ഒപ്പീനിയൻ ചെയ്യാൻ പറ്റില്ല, അതിനൊരു സ്പേസ് കിട്ടുന്നില്ല എന്ന് തോന്നാറുണ്ടോ? അത് ഉത്തരം പറ. അത് റിയലി കാന്റ് ബ്ലെയിം പീപ്പിൾ. അതായത് കാരണം ഞാനും ഒന്ന് കേട്ട് പിന്നെ ഒരാൾ വേറൊന്ന് പറയുമ്പോൾ മല്ല പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല, അപ്പൊ ആദ്യം പറഞ്ഞത് ദാറ്റ് ഷോക്ക്. ഐ അണ്ടർസ്റ്റാൻഡ്. അവരെ കുറ്റം പറഞ്ഞുകൂടാ നിർമ്മലേ. വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭല്ലേ, അവരത് ശരിക്കും ഉപയോഗിച്ചു. പക്ഷെ എനിക്കതിന് ദുഃഖമില്ല. അതിൽ നിന്നൊരു സത്യം എനിക്ക് മനസ്സിലായി. എന്ത് സത്യം മനസ്സിലായി? ചേഞ്ച് ഇസ് ഓൺലി കോൺസ്റ്റന്റ്, ടു ഷാൽ പാസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ മാറി ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്കൊന്ന് മനുഷ്യന്മാർക്കുണ്ട്. അങ്ങനെ ചേട്ടാ, ഈ രാമായണം എഴുതിയതോ കാട്ടാളല്ലേ? ആണ്. മനുഷ്യർക്ക് മാറാൻ പറ്റില്ല ഒന്നുമില്ല. മാറാം. ഇനി ആരും സൂത്രം കാണിച്ചാ ഡാഷ് ആണുങ്ങളെയാണ് എനിക്കിഷ്ടം. സ്വന്തം വാക്കിൽ ലൈക്ക് a man who you know who stands by his word. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. ഞാനന്ന് പറഞ്ഞത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ മറവി പ്രശ്നമൊന്നുമില്ല. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. എന്തൊക്കെ ബഹളമായിരുന്നു. ഐറ്റം ഡാൻസിലെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെ പവനായി ശവമായി. അങ്ങനത്തെ മറവി പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു തക്കതായ കാരണമുണ്ട് ഇത് ചെയ്തതിനുള്ള. And I have my own reasons. என்ன ரீசன் சார்?
അതിപ്പോ പറയാൻ കഴിയില്ല. എനിക്ക് ഉറപ്പാണ് മസ്തിഷ്ക മരണം കണ്ടു കഴിയുമ്പം ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സീക്വൻസ് ഈ പടത്തിലുള്ളതെന്നുള്ളതിന്റെ ഉത്തരം ആ സിനിമയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അപ്പം അത് ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ ടോക്ക് ബെറ്റർ വൺസ് ദ ഫിലിം കംസ് ഔട്ട്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് അത്. എന്നിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം.